എന്താ വിശേഷം? എന്തിനാ ഇപ്പൊ വിളിച്ചത്? മാഷേ, ചാരു എന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ആണോ? ഇപ്പോ കാശിന്റെ ആവശ്യമുണ്ടെന്നാ പറയുന്നത്. കൊടുക്കന്നമ്മേ. ഞാൻ ചാരുവിന് കൊടുക്കാനല്ലേ അന്നമ്മേ കാശ് ഏൽപ്പിച്ചത്. കാശ് കൊടുക്കുന്നതിന് മുമ്പ് മാഷിനോടൊന്ന് പറയണമല്ലോ. ആ പിന്നെ അന്നമ്മേ, കാശ് ഞാനാ തന്നതെന്ന് ഒരു കാരണവശാലും ചാരു അറിയാൻ പാടില്ല. ഇല്ല മാഷേ. അന്നമ്മയുടെ സംസാരത്തിൽ ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി, ചാരുവിന് സംശയം തോന്നും. ചാരുവിന് ഒരു സംശയം തോന്നാത്ത രീതിയിൽ ഞാൻ ഡീൽ ചെയ്തോളാം മാഷേ. ശരി അന്നമ്മ. അമ്മായി, 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 എന്തു അമ്മായി. വാ ഇങ്ങോട്ട്. എവിടെ പോയി? അമ്മായി, അമ്മായി, ഓ പൊക്കി പൊക്കി, ഞാൻ പൊക്കി അമ്മായി. എന്തു പൊക്കിന്ന്? അമ്മാവന്റെ കള്ളത്തരം ഞാൻ കയ്യോടെ പൊക്കി. എന്ത് വെള്ളത്തരം? ഹ, അമ്മാവനെ ആ ചാരുവിന് വേണ്ടി കുറെ കാശ് ആ പലിശക്കാരി അന്നമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ 10 ലക്ഷം. 10 ലക്ഷം? ആ ഇപ്പൊ ഇത് നിന്നോട് ആര് പറഞ്ഞു? അമ്മാവൻ അന്നമ്മയുമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതല്ലേ. കല്യാണം ഗംഭീരമായിട്ട് നടക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ചായിട്ട് കാശ് തിരിച്ചു തരാം. അതാലോചിച്ച് ചാരു ടെൻഷൻ ആവണ്ട. ഈ കാശ് തിരിച്ചു തന്നില്ലേലും കുഴപ്പമില്ല. അയ്യോ, അതൊന്നും പറ്റില്ല. ഇത്രയും വലിയ തുകയൊന്നും ചേച്ചി എനിക്ക് വേണ്ടി കളയണ്ട. എനിക്ക് ഇതൊന്ന് അടച്ചു തീർക്കാനുള്ള സാവകാശം മാത്രം തന്നാൽ